ഹായ് ഗൈസ്, കുറേ നാളായി ഞാൻ നിങ്ങളോട് ഒപ്പം ഒന്ന് പരസ്പരം സംസാരിച്ചിട്ട്. ഇന്ന് ഞാൻ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എനിക്കുണ്ടായ അനുഭവമല്ല, വേറൊരാൾക്കുണ്ടായ അനുഭവം എന്നോട് പങ്കുവച്ചപ്പോൾ ഞാനത് നിങ്ങളെക്കുറിച്ച് അറിയിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും എൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ ഷോർട്ടായാലും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഞാൻ കഥയിലേക്ക് കിടക്കാം. കഥ എന്ന് പറഞ്ഞാൽ അനുഭവം. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തിരുവല്ലയിൽ നിന്നും 2 സ്ത്രീകൾ പൊങ്കാലയിടാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് പോയി. പുലർച്ചെ ഒരു 6 മണിയോടുകൂടി അവരവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് പൊങ്കാല ഇടാനുള്ള കലം ഇവർ കൊണ്ടുപോയില്ല. വണ്ടിയിൽ വെച്ച് പോയാൽ ചിലപ്പോൾ പൊട്ടിയാലോ എന്ന് വിചാരിച്ചു. അവിടെ ചെന്നിട്ട് വാങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് അവർ പോയത്. പക്ഷേ എന്തു ചെയ്യാം, അവിടെ ചെന്നപ്പോഴേക്കും ഒരൊറ്റ കടകളിൽ കലം കിട്ടാനില്ല. ഈ 2 സ്ത്രീകളും കൂടി ഒരുപാട് സ്ഥലത്ത് കയറിയിറങ്ങിയിട്ട് അവർക്ക് കിട്ടാതെ വന്നപ്പോൾ അവരാകെ വിഷമിച്ചു. അവർ പറഞ്ഞു, ദേവി, ഞങ്ങൾ ഇത്ര ദൂരത്തുനിന്ന് ഞങ്ങളിവിടെ വന്നത് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞങ്ങൾക്കതിന് പറ്റാതെ വരുമോ? കലം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ പൊങ്കാല ഇടും എന്ന് വിഷമിച്ചിട്ട് അവർ പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പയ്യൻ ഒരു ഓട്ടോറിക്ഷയുമായിട്ട് വന്ന്, ഒരു 10-32 വയസ്സ് തോന്നുന്ന ഒരു പയ്യനാണെന്നാണ് പറഞ്ഞത്. മുൻപിൽ വന്ന് നിന്നു. എന്താ ചേച്ചിമാരെ ചോദിച്ചു. കുട്ടി, ഞങ്ങൾക്ക് കലം കിട്ടിയിട്ടില്ല, അപ്പം കലം കിട്ടിയില്ലെങ്കിൽ പൊങ്കാല എങ്ങനെ ഇടും, അപ്പോൾ അതുകൊണ്ട് കലം എങ്ങനെയെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചേച്ചിമാർ കയറുമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയിൽ കയറ്റി ഒരുപാട് ദൂരം ആ കുട്ടി യാത്ര ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ട് അവസാനം ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ ഒരു ഉമ്മ ഇവർക്ക് 2 പേർക്കും ഓരോ കലം കൊടുത്തു. അതുമായിട്ട് അവർ തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഒരു 500 രൂപയുടെ ഓട്ടമെങ്കിലും ആ കുട്ടി ഓടിയിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത്. പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്താൽ വാങ്ങില്ല. വേണ്ട ഞാൻ മേടിക്കില്ല, വേണ്ട എന്ന് പറഞ്ഞു. തിരിഞ്ഞ് പൈസ അവർ കൊടുത്തു. അതൊരു വണ്ടി തന്നെ വെച്ചു. തിരിച്ച് ആ പെൺകുട്ടികളത് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയെ അവിടെ എങ്ങും കാണാനേ ഇല്ല. പെട്ടെന്ന് ഇത്രയും തിരക്കിനിടയിൽ വണ്ടി പോകാൻ സാധ്യത കുറവാണ്, അവിടെ കാണാനില്ല. അങ്ങനെയുള്ള ഒരു അതിശയം ആറ്റുകാലമ്മ ദേവി മഹാമായ അവിടെ കാണിച്ചു കൊടുത്തു. അവർക്ക് പൊങ്കാലയിട്ടു. അവർ സന്തോഷമായിട്ട് തിരിച്ചു പോകുന്നു. ഇതാണ് കഥ. എല്ലാവരും ആറ്റുകാലമ്മയെ പ്രാർത്ഥിക്കുക.